ആദ്യമായി എന്തായിരുന്നു ഏൽ എന്ന് പറയുന്ന പദത്തെക്കുറിച്ച് സെബാസ്റ്റ്യൻ ആദ്യം നടത്തിയ ക്ലെയിം എന്ന് നമുക്ക് നോക്കാം. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യമായി അദ്ദേഹം ഏലിനെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ 2 ക്ലിപ്പുകൾ കേൾക്കാം. ഒന്ന് ശ്രദ്ധിക്കാം. ദൈവത്തെക്കുറിച്ച്, ക്രിസ്തീയ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബൈബിളിലെ ദൈവത്തെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ള 2 വ്യത്യസ്ത പദപ്രയോഗങ്ങളാണ്. ഒന്ന് എലോഹീം എന്നുള്ളതും ഒന്ന് ഏൽ എന്നുള്ളതും. അതിൽ ബൈബിളിൽ ഏകവചനത്തിൽ ഏൽ എന്ന് സർവശക്തനായ നമ്മുടെ ദൈവത്തെ അല്ലാതെ മറ്റൊരുത്തനെയും വിശേഷിപ്പിച്ചിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ബൈബിളിൽ ഏൽ എന്ന ഏകവചനം സർവശക്തനായ നമ്മുടെ ദൈവത്തെ അല്ലാതെ മറ്റൊരാളെയും വിശേഷിപ്പിക്കാൻ ബൈബിളിൽ തിരുവചനം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ബൈബിളിൽ ഏൽ എന്ന ഏകവചനം സർവശക്തനായ നമ്മുടെ ദൈവത്തെ അല്ലാതെ മറ്റൊരാളെയും വിശേഷിപ്പിക്കാൻ ബൈബിളിൽ തിരുവചനം ഉപയോഗിച്ചിട്ടില്ല. ഏൽ എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്ന അർത്ഥത്തിൽ ഇപ്പോ ഏൽ ഷദായ് സർവശക്തനായ ദൈവം, ദൈവം ഏൽ എന്ന് പറയുന്നത്. ഏൽ എല്യോൻ അത്യുന്നതനായ ദൈവം. എല്യോൻ എന്ന് വെച്ചാൽ അത്യുന്നതൻ, ഏൽ എന്ന് വെച്ചാൽ ദൈവം, അത്യുന്നതനായ ദൈവം. ഏൽ എന്ന ഒരു സിംഗുലർ പ്രയോഗം ബൈബിളിൽ ഒരു സ്ഥലത്തും വിജാതീയ ദൈവങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല. ഏൽ എന്ന ഒരു സിംഗുലർ പ്രയോഗം ബൈബിളിൽ ഒരു സ്ഥലത്തും വിജാതീയ ദൈവങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന്റെ വാദം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ഏൽ എന്ന് പറയുന്ന പദം സർവശക്തനായ ദൈവത്തിനല്ലാതെ വ്യാജ ദൈവങ്ങൾക്ക്, വിജാതീയ ദൈവങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെ ഒരാൾ ക്ലെയിം നടത്തിയാൽ നമ്മൾ ഏത് രീതിയിൽ അതിനെ ഖണ്ഡിക്കുക? നമ്മളത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്നു വിജാതീയ ദൈവങ്ങൾക്കും ഏൽ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിൽ കാണാം, നിങ്ങൾ അന്യ ഏലിനെ ആരാധിക്കരുത് എന്ന് വെച്ചാൽ അവരുടെ ഏലിനെ ആരാധിക്കരുത്. അപ്പോൾ അവരുടെ ദൈവത്തിനെ അവരെന്തായിട്ടാണ് ബൈബിൾ പറയുന്നത്? ഏലായിട്ടാണ്. വിജാതീയരുടെ ആ ദൈവത്തിനെയും ഏൽ എന്ന് പറയുന്ന പദം കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ബൈബിളിൽ കുറിക്കുന്നത്. എന്നാൽ ആ ഏല് സത്യമല്ല, കാരണം അത് വ്യാജ ദൈവത്തിനാണ്. എന്നാൽ ഇദ്ദേഹം ഇവിടെ ക്ലെയിം ചെയ്തത് വ്യാജ ദൈവത്തിനു പോലും ഏൽ എന്ന പദമില്ല. അല്ലാതെ വ്യാജ ദൈവം സത്യദൈവമാണോ എന്നുള്ള ചർച്ചയല്ല ഇവിടെ ഉള്ളത്. ഇദ്ദേഹം വിഷയം മാറ്റി അദ്ദേഹം മുന്നോട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് അവിടെയൊക്കെ വളരെ കൃത്യമായിട്ട് അത് വ്യാജ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വ്യാജ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് സത്യദൈവമല്ല. അതിവിടെ ആർക്കും ചർച്ചയില്ല. ഇവിടെ ആർക്കും ചർച്ചയില്ല. താങ്കളുടെ ക്ലെയിം എന്ന് പറയുന്നത് വ്യാജ ദൈവങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്.